നമസ്കാരം. ആർക്കെത്ര ഉറക്കം വേണം എന്നുള്ളത് എപ്പോഴും ഒരു ചർച്ചയുടെ വിഷയമാണ്. ഈയിടെ ഞാനൊരു കുട്ടിയെ കാണുകയുണ്ടായി. 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെയും കൊണ്ട് അമ്മ വന്നു. അമ്മ പറയുന്നത് കുട്ടിക്ക് ഭയങ്കര ഉറക്കമാണ്, വേണ്ടത്ര അവൻ പഠിക്കാൻ സാധിക്കുന്നില്ല ഉറക്കം മൂലം. പണ്ടേ ഒരു ഉറക്കക്കാരനാണ്, ഇങ്ങനെ ആയാൽ എന്തു ചെയ്യും? അവൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ 11 മണി 11:30 കിടന്നിട്ട് 5:30 എണീറ്റ് സ്മാർട്ടായിട്ട് പഠിക്കുമ്പോൾ ഇവൻ ഉറക്കം തൂങ്ങുകയാണ്. പക്ഷെ കുട്ടിക്ക് പറയാനുള്ളത് വേറൊരു കഥയാണ്. കുട്ടിക്ക് നിരന്തരമായി എണീറ്റ് കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ തലവേദനയാണ്. തലവേദന പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടി കൂടി ഉച്ച കഴിയുമ്പോൾ ഉച്ചസ്ഥായിയിലെത്തുന്നു. ചില സമയത്ത് ഛർദ്ദിക്കുന്നു, ചില സമയത്ത് കണ്ണ് മങ്ങുന്നു. എന്തിനു പറയുന്നു? ചുരുക്കത്തിൽ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അമ്മ പറയുന്നത് ഇത് സൂത്രമാണ്, അവൻ്റെ ഉറക്കം ഇത്രയും ഉറക്കമുണ്ടോ കുട്ടികൾക്ക്? ഇപ്പം നമ്മൾ പരീക്ഷയുടെ ഒരു ഗൗരവം കണക്കിലെടുത്ത് കുറച്ചുകൂടി കുറച്ചുറങ്ങിയാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഓരോ വ്യക്തിയുടെ പ്രത്യേകതയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളെ കണക്കിലെടുക്കുകയാണെങ്കിൽ, ഏകദേശം 18-20 വയസ്സ് വരെയുള്ള പ്രായക്കാരെ എടുക്കുകയാണെങ്കിൽ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം വേണം എന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. അതിൽ പ്രായം കൂടി വരുന്നതനുസരിച്ച് 40കൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ഉറക്കം ഒരു 5 മണിക്കൂറായി കുറഞ്ഞു എന്ന് വരാം. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ നല്ലവണ്ണം പഠിക്കണമെങ്കിൽ, ഏകാഗ്രതയോടെ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് വേണ്ട ഉറക്കം കിട്ടുക തന്നെ വേണം. ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു അനാവശ്യമായിട്ട് കളയുന്ന സമയമോ അല്ലെ സമയത്തിൻ്റെ ഒരു ദുർവിനിയോഗവും അല്ല. ഈ സമയമാണ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മൾ ഏകാഗ്രത വീണ്ടെടുക്കുന്നത്. ഈ സമയത്താണ് ശരീരത്തിലെ പല കോശങ്ങളുടെയും റിപ്പയർ വർക്ക്, ഡാമേജ് റിപ്പയർ ഒക്കെ നടക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കം എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഒരു ആഴ്ച മുഴുവനും ആവശ്യത്തിൽ 1 മണിക്കൂർ കുറവ് ഉറങ്ങിയാൽ ആയുർദൈർഘ്യത്തിനെ തന്നെ അത് ബാധിക്കാം. അതായത് ഹൃദ്രോഗ സാധ്യത ഏകദേശം 15 മുതൽ 20% കൂട്ടുന്ന ഒരു ഘടകമാണിത്. അപ്പോൾ നല്ല ആരോഗ്യകരമായ ആഹാരശൈലിയോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വ്യായാമവും ഉറക്കവും അത്യന്താപേക്ഷിതമാണ്, ജീവിതശൈലി രോഗങ്ങളെയും ഹൃദ്രോഗത്തിനെയും മറ്റുമൊക്കെ അകറ്റി നിർത്തണമെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഉറക്കം നമുക്ക് ചെറിയ കുട്ടികൾക്ക് അവർക്ക് നമ്മൾ ആവശ്യമായ ഉറക്കം കൊടുക്കുന്നില്ല. അനാവശ്യമായ സ്ട്രെസ്സും പിരിമുറുക്കവും ഒക്കെ മൂലം അവർക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. എന്നാൽ പ്രായമാകുമ്പോൾ ഉറക്കമില്ലാതെ വരുന്നു. അപ്പോൾ ഈ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നവുമായിട്ട് എത്തുമ്പോൾ പലർക്കും നമ്മൾ നിർദ്ദേശിക്കുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സ്ലീപ്പ് ഹൈജീനാണ്. ഉറക്കത്തിന് മുന്നൊരുക്കങ്ങൾ ചിലത് കൃത്യമായി നടത്തുക. അതായത് ആഹാരം 3 മണിക്കൂറെങ്കിലും മുൻപ് കഴിക്കുക. അതുപോലെ തന്നെ ഒരുപാട് അമിതമായിട്ട് വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് ടാബ്, മൊബൈല്, TV ഇവയെല്ലാം കുറഞ്ഞത് 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ മാറ്റിവെക്കുക. ഒരു ചെറിയ കപ്പ് ചെറു ചൂടോടെയുള്ള പാലോ ഒരു കുളിയോ ഒരു പക്ഷേ സഹായിച്ചേക്കാം. അപ്പോൾ മദ്യം ഒരിക്കലും ഒരു നല്ല ഉറക്കത്തിനുള്ള ഉപായമായിട്ട് കണക്കാക്കേണ്ടതില്ല. കാരണം ഒരിക്കലും മദ്യം കൊണ്ട് കിട്ടുന്ന ഉറക്കം എന്ന് പറയുന്ന ആഴത്തിലുള്ള ആരോഗ്യകരമായ ഉറക്കമല്ല. ചില ഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഉത്കണ്ഠ കുറയ്ക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ പുനഃസ്ഥാപിക്കാൻ ഇടയാക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ തന്നെ നമുക്കിന്ന് ഗുളികയുടെ രൂപത്തിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഈ മരുന്നുകളോ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഒരിക്കലും മദ്യം ഒരു നല്ല ഉറക്കത്തിനായിട്ടുള്ള ഒരു ഉപായമായിട്ട്, ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ലീപ്പ് ഹൈജീനിലേക്ക് ശ്രദ്ധിച്ച് ഉറക്കം മെച്ചപ്പെടുത്തിയെടുക്കുക, ആയുർദൈർഘ്യം കൂട്ടുക, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക. താങ്ക് യു.